നമസ്കാരം. തമിഴ് ഗ്രാമങ്ങളിലൂടെ ഒരു യാത്ര എന്ന സീരീസിൻ്റെ 4ാമത്തെ വീഡിയോ ആണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആധുനിക രീതിയിലുള്ള വിളവെടുപ്പെല്ലാം കണ്ടുകൊണ്ടാണ് വീഡിയോ അവസാനിപ്പിച്ചത്. ഇനി നമ്മൾ പോകുന്നത് അരൽവൈ മൊഴി എന്ന ഗ്രാമത്തിലെ പൊയ്കെ ഡാം കാണാൻ വേണ്ടിയാണ്. പോകുന്ന വഴിയിൽ ചെമ്പകരാമൻ പുത്തൂർ എന്ന സ്ഥലത്തെ വളരെ പുരാതനവും എന്നാൽ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നതുമായ പിള്ളയാർ ടെമ്പിൾ കൂടി കണ്ടിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. പാണ്ഡ്യ രാജാക്കന്മാരുടെ കാലത്താണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് പറയപ്പെടുന്നത്. താടകമലയുടെ താഴ്വരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു വിനായക ക്ഷേത്രമാണെങ്കിലും വിനായക പ്രതിഷ്ഠ ശ്രീകോവിലിനകത്തല്ല, മറിച്ച് അർദ്ധമണ്ഡപത്തിലാണ് വിനായകനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. கொஞ்சம் ஃபேமஸான கோயில். மகாராஜா காலில் கட்டின கோவில் இது. மகாராஜா அங்கே களக்காடு தாளக்குடி ரொம்ப இடங்கள்ல 7 கோயிலில் கட்டினால இதை ஃபர்ஸ்ட்டில் அவர் ஸ்டார்டிங் பண்ண கோயில் இதுதான். நீங்கள் பேர்? என் பேர் மணி. மணி. இங்கே ஊர்? இல்லை, இதுக்கு அடுத்த நெக்ஸ்ட் தாளக்குடி டவுன் பஞ்சாயத்து. எல்லா ദിവസവും ஓப்பன்? ஆமாம், டெய்லி காலைல பூஜை உண்டு. ஒரு நேரம். വിനായക സന്നിധിയുടെ ഇടതുവശത്തായി ശ്രീകോവിൽ ഒരു ശിവപ്രതിഷ്ഠയും ഇവിടെയുണ്ട്. താടകമലയുടെ താഴ്വരയിലുള്ള ഈ ഒരു ക്ഷേത്രത്തിൽ സൂര്യഭഗവാൻ ശിവനെ ആരാധിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. അതിനാൽ ഈ ഒരു ക്ഷേത്രം ശിവക്ഷേത്രമാണെന്നും ഇവിടെയുള്ള ആൾക്കാർ അവകാശപ്പെടുന്നു. ഞങ്ങൾ ക്ഷേത്രസന്നിധിയിലെത്തിയ സമയത്ത് ക്ഷേത്രം അടച്ചിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അകത്ത് കയറി കാര്യങ്ങളൊന്നും കണ്ട് മനസ്സിലാക്കാൻ സാധിച്ചില്ല. പിന്നെ പരിസരവാസികളാണ് ഞങ്ങൾക്ക് ഇത്രയും വിവരങ്ങൾ നൽകിയത്. അങ്ങനെ പുരാതനമായ പിള്ളയാർ ടെമ്പിളിൻ്റെ പുറത്തുനിന്ന് കാഴ്ചകൾ കണ്ടതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഡാമിലേക്കുള്ള യാത്ര തുടർന്നു. മുന്നോട്ട് പോകുന്ന വഴിയിൽ റോഡിൻ്റെ ഇരുവശവും കൃഷിപ്പാടങ്ങളും മലനിരകളും പിന്നെ ആകാശത്തിലേക്ക് തലയുയർത്തി നിൽക്കുന്ന കാറ്റാടി യന്ത്രങ്ങളും കണ്ടുകൊണ്ടൊരു യാത്ര. ഏതൊരു പ്രകൃതി സ്നേഹിയും കാണാൻ ആഗ്രഹിക്കുന്ന കാഴ്ചകൾ കണ്ടുകൊണ്ട് യാത്രാക്ഷീണം ഒന്നും അറിയാതെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. നമ്മളിപ്പോൾ പൊയ്കെ ഡാം റോഡിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ഇവിടെയെല്ലാം ഇതുപോലുള്ള മുള്ളുചെടികൾ ധാരാളമുണ്ട്. അത് നിങ്ങളുടെ ദേഹത്തിലും വാഹനത്തിലും പോറലുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ഞങ്ങൾ ഡാമിൻ്റെ മുകൾ ഭാഗത്തെത്തി. പശ്ചിമഘട്ട മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഡാം പൊയ്കയാർ നദിക്ക് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. 42.65 അടി ജലസംഭരണ ശേഷിയുണ്ട് ഈ ഒരു ഡാമിന്. സമീപത്തെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് കുടിവെള്ളവും കൃഷി ആവശ്യത്തിനുള്ള ജലവും നൽകുന്നത് ഈ ഒരു ഡാമിൽ നിന്നുമാണ്. ഡാമിന്റെ മുകളിൽ നിന്ന് നോക്കിയാൽ വിശാലമായ കാറ്റാടി യന്ത്ര പാടങ്ങൾ നമുക്ക് കാണാം. ഏഷ്യയിലെ ഏറ്റവും വലിയ കാറ്റാടി ഊർജ ഫാമുകളിൽ ഒന്നായ മുപ്പന്തൽ കാറ്റാടി ഫാമിന്റെ ഭാഗങ്ങളാണ് ഇതൊക്കെ. അതുപോലെ തന്നെ ധാരാളം പനമരങ്ങൾ നിറഞ്ഞ ഒരു ഏരിയയും കൂടെയാണ് ഈ ഒരു സ്ഥലം. പ്രകൃതി സ്നേഹികൾക്കും ഫോട്ടോഗ്രാഫർമാർക്കും അനുയോജ്യമായ ഒരു സ്ഥലമാണ് ഇവിടം. അതുപോലെ തന്നെ ധാരാളം ദേശാടന പക്ഷികളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് പൊയ്കെ ഡാം.